ആലുവ നഗരസഭയിലെ NDA സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 6 വാർഡുകളിലായി 3 ദമ്പതിമാരാണ് NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. 5 പേർ BJPയിലും ഒരാൾ BDJS-ലുമായാണ് മത്സരിക്കുന്നത്. ഷാബാസ് അഹമ്മദിന്റെ റിപ്പോർട്ട്. ആലുവ നഗരസഭയിലെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം എവിടം വരെയായി എന്നറിയാനായി എത്തിയതാണ്. അപ്പോഴാണ് ആലുവയിലെ NDA സ്ഥാനാർത്ഥി പട്ടികയിൽ ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് അറിഞ്ഞത്. 3 ദമ്പതികളാണ് 6 വാർഡുകളിൽ നിന്നായി NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ആദ്യം അവരുടെ വിശേഷം തന്നെ അറിഞ്ഞു വരാം. ആദ്യത്തെ സെറ്റ് ദമ്പതിമാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4-ാം വാർഡിൽ മത്സരിക്കുന്ന രജനി ശ്രീകാന്തും 5-ാം വാർഡിൽ മത്സരിക്കുന്ന N ശ്രീകാന്തും. 5-ാം വാർഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു വോട്ടിന് തോറ്റുപോയൊരു വാർഡാണ്. അപ്പോൾ അത് പിടിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ലക്ഷ്യം. 4-ാം വാർഡ് ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് പിടിച്ചെടുത്തൊരു വാർഡാണ്. വൈഫിനും ഒരു അവസരം പാർട്ടി തന്നു. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അടുത്ത പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ ഉള്ള പരിപാടി? ഇപ്പൊ എന്താണോ നിലവിൽ നിലനിർത്തി പോന്നിരിക്കുന്നത് അത് ചെയ്തിരിക്കുന്നത് അതിന്റെ ബാക്കി ചെയ്യാനുള്ളത് ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. 2-ാമത്തെ സെറ്റ് ദമ്പതികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2-ാം വാർഡിൽ മത്സരിക്കുന്ന അനിത ടീച്ചറും ഒപ്പം 3-ാം വാർഡിൽ മത്സരിക്കുന്ന AR ഷൈനും. ഷൈൻ ചേട്ടൻ ഒരു മുൻ സൈനികനാണല്ലേ? ഞാനൊരു വിമുക്ത ഭടനാണ്. ഇന്ത്യൻ ആർമിയിൽ നിന്ന് ഒരു 21 വർഷം ആർമി സർവീസ് ചെയ്തു. കൂടാതെ 11 വർഷം തന്നെ ആർമിയിൽ തന്നെ ഡിഫൻസ് സിവിലിയനായിട്ട് വർക്ക് ചെയ്തു. ചേട്ടൻ ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. ഒരു രാജ്യസേവനം നടത്തിയ ഒരു എക്സ്പീരിയൻസ് ആണോ അവനൊരു മത്സരിക്കാൻ? തീർച്ചയായിട്ടും രാജ്യസേവനം, ഒരു ദേശസ്നേഹം, അത് എപ്പോഴും നമുക്കുള്ള ഒരു സംഭവമാണ്. ഇതൊരു നിയോഗമായിട്ട് കണക്കാക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എന്നെ തെരഞ്ഞെടുത്തതിന് തന്നെ ഞാൻ ഈശ്വരനോട് നന്ദി പറയുകയാണ്. അനിത ടീച്ചർ മുൻപൊരിക്കൽ മത്സരിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. ഇവിടെ 3-ാം വാർഡിൽ BJPക്ക് നല്ലൊരു വോട്ട് ശതമാനം ഉണ്ടായിരുന്നു. അപ്പോ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണല്ലേ? അതെ, തീർച്ചയായിട്ടും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഉണ്ട്. ഇവരാണ് 3-ാമത്തെ സെറ്റ് ദമ്പതികൾ. 13-ാം വാർഡിൽ മത്സരിക്കുന്ന സജിത, 23-ാം വാർഡിൽ മത്സരിക്കുന്ന സതീഷ് MK. പ്രചാരണ തിരക്കിലാണ് തോന്നുന്നല്ലേ? അതെ, പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ തൊട്ട് ഇറങ്ങിയതാണ്, ഒരു 8:30 ഇറങ്ങിയതാണ്. ഓരോ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത്? അല്ല, ഞാൻ ഇതിനു മുമ്പ് ഈ വാർഡിൽ 13-ാം വാർഡിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പം 23-ലാണ് ഈ പ്രാവശ്യം മത്സരിച്ചത്. ഈ പ്രാവശ്യം 13-ാം വാർഡിൽ എൻ്റെ വൈഫാണ് മത്സരിക്കുന്നത്. ചേച്ചി ആദ്യമായിട്ടാണോ മത്സരം? അതെ, ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ? കുഴപ്പമില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് ആലുവ നഗരസഭയിലെ 26 സീറ്റുകളിലേക്കും NDA സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. 6 വാർഡുകളിലെ ദമ്പതിമാർ കൂടി വിജയിച്ചെത്തിയാൽ അതും മറ്റൊരു ചരിത്രമാകും. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.